നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളും ആരോപണങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പരാതിക്കാരിയുടെ ഭർത്താവ് 2 ദിവസം മുമ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. പരാതിയിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും അതിജീവിതയുടെ ഭർത്താവാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെയാണ് പരാതി നൽകിയത്. ജയിച്ചു വന്ന ഒരു MLAയാണ് ഇത്തരത്തിൽ ഒരു അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും പാലക്കാട് വിലസുകയാണ്. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, പുറത്തു പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. എൻ്റെ പരാതി കേൾക്കാൻ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയിലെ പ്രശ്നം പരിഹരിക്കാൻ വന്നു എന്നാണ് രാഹുൽ കോടതിയിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്നെ കൂടി വിളിച്ചിരുത്തി സംസാരിക്കുകയല്ലേ വേണ്ടതെന്നും എന്ത് സന്ദേശമാണ് ഈ MLA നൽകുന്നതെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുടുംബജീവിതം തകർത്തെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിതയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കെയാണ് MLAക്കെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് വന്നത്. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്ക് വലിയ മാനനഷ്ടം ഉണ്ടാക്കുകയും കുടുംബജീവിതം തകർക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ ഏക മകനായ ഞാൻ നാട്ടിലാണ് താമസിച്ചിരുന്നത്. ഭാര്യ ജോലിയുടെ ഭാഗമായി ഒറ്റയ്ക്കായിരുന്നു താമസം. തൻ്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയാണ് ചെയ്തതെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു എന്നും തൻ്റെ അസാന്നിധ്യം അവസരമാക്കി ഭാര്യയെ വശീകരിച്ചു എന്നാണ് ഭർത്താവ് പറയുന്നത്. അച്ഛനും അമ്മയുടെയും ഏക മകനായതിനാലാണ് അവരുടെ കാര്യങ്ങൾ നോക്കാനായി പാലക്കാട്ടേക്ക് വന്ന് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും താനും ഭാര്യയും തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും രാഹുൽ മുതലെടുക്കുകയായിരുന്നു എന്നും പരാതിക്കാരൻ പറയുന്നു. യഥാർത്ഥ ഇര ഞാനാണ്. എൻ്റെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. യുവതി വിവാഹിതയാണെന്ന് രാഹുലിന് അറിയാമായിരുന്നു. എന്നിട്ടും പ്രതിയുടെ ലൈംഗിക താല്പര്യം കൊണ്ടും ലൈംഗിക വൈകൃതവും കൊണ്ടാണ് ഇത്തരത്തിലൊരു തെറ്റ് നടന്നത്. മനഃപൂർവ്വം തൻ്റെ കുടുംബജീവിതം തകർക്കാനാണ് അയാൾ ശ്രമിച്ചത് എന്നും പരാതിക്കാരൻ പറയുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചതെന്നായിരുന്നു രാഹുലിൻ്റെ വാദം. എന്നാൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും ഭർത്താവ് ചോദിക്കുന്നു. രാഹുലിന്റെ വാദങ്ങളെല്ലാം യുവതിയുടെ ഭർത്താവ് തള്ളിക്കളയുന്നുണ്ട്. തനിക്കും കുടുംബത്തിനുമുണ്ടായ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കാനാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കാനും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും യുവതിക്കുണ്ടായ മോശം അനുഭവത്തിന്മേലും പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കണം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 84 പ്രകാരം കുറ്റം ചെയ്തതിന് തെളിവുള്ളതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണമെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. രാഹുലിനെതിരെ 2 സ്ത്രീകളാണ് പരാതിയുമായി എത്തിയത്. രാഹുലിനെതിരെ ഗർഭചിത്ര പരാതി ഉന്നയിച്ച യുവതിയുടെ ഭർത്താവാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യുവതിക്ക് ഭർത്താവുമായുള്ള ബന്ധം ഉലഞ്ഞു നിൽക്കി അത് പരിഹരിക്കാനാണ് താൻ ഇടപെട്ടതെന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം. എന്നാൽ താൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ താനുമായി ഒരു തവണ പോലും രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് പരാതിക്കാരൻ്റെ പ്രതികരണം. പ്രസ്തുത യുവതി നൽകിയ പരാതിയിലും മറ്റൊരു യുവതി നൽകിയ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മന്നൻ ജയന്തിയോടനുബന്ധിച്ചും പെരുന്നയിൽ രാഹുൽ എത്തിയിരുന്നു. അതേസമയം സത്യം ജയിക്കുമെന്നും നല്ല ആത്മവിശ്വാസമുണ്ടെന്നുമാണ് രാഹുലിന്റെ പ്രതികരണം.
കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതം നൽകിയ സൈബർ ആക്രമണ കേസിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ തുടക്കം മുതൽ തന്നെ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെ ഒരു വിഭാഗം വലിയ വിമർശനം ഉന്നയിച്ചു വരികയും ചെയ്ത സാഹചര്യങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന പരാതിയിൽ പറഞ്ഞത് തെറ്റാണെന്നും വീഡിയോ ചെയ്യുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും തനിക്ക് വിലക്കില്ലെന്നും രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡ്രഗ്സും റേപ്പ് കേസും ഉണ്ടായിട്ടും വേടൻ ജയിലിൽ കിടന്നിട്ടില്ല. താൻ 16 ദിവസമാണ് കിടന്നത്. അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് ശരിക്കും അതിജീവിതൻ. അവനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത വീഡിയോയാണ് ആ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത്. അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തനിക്കെതിരെ പരാതി കൊടുത്തതെന്നും രാഹുൽ പറഞ്ഞു. അവർ പരാതിക്കാരിയാണ്, അതിജീവിതയല്ല. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്നും രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ 14ാമത്തെ പേജിൽ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ അതിജീവിതയാകുന്നതും എന്നും രാഹുൽ ചോദിച്ചു. മാധ്യമങ്ങൾ അവളോടൊപ്പവും അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത്, സത്യത്തിനൊപ്പം നിൽക്കണം. ദിലീപിനെ കള്ളക്കേസിൽ ജയിലിൽ ഇടാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ സേഫ്? എനിക്ക് ശക്തമായ എതിർപ്പുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഞാൻ കള്ളം പറയില്ല. ആളുകളെ പെടുത്തുന്ന പരിപാടി നിർത്തണം. ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് എന്നെ ക്രൂശിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിൽ നിന്നും അറിഞ്ഞത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളല്ല. ഞങ്ങളുടെ പുരുഷ കമ്മീഷനെ എതിർത്തത് രാഹുലാണ്. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരാണ്. പോക്സോ കേസിന്റെ പേരിൽ സ്കൂളിലെ പരിപാടിക്ക് പങ്കെടുത്തതും വിവാദമായി. പക്ഷെ അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിക്കാർ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായി സമീപിച്ചു. കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞല്ലോ എന്നായിരുന്നു അവരുടെ വിശദീകരണം. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഏതായാലും ഇപ്പോൾ അതിജീവിതയുടെ ഭർത്താവാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിനും ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. താൻ പരാതി നൽകിയിട്ടും ഒരാഴ്ചയോളം പിന്നിട്ടിട്ടും ഇതുവരെയായിട്ടും പരാതിയുമേൽ ഒരു നടപടി മുഖ്യമന്ത്രിയോ DGP എടുത്തില്ല. മാത്രമല്ല അതിനൊരു മറുപടി നൽകിയിട്ടില്ല എന്നാണ് അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതിലും രാഹുലിനെ തന്നെയാണ് വിമർശിക്കുന്നത്. രാഹുൽ മാത്രമാണ് കുറ്റക്കാരൻ എന്നുള്ളത് കൃത്യമായി തന്നെ അതിജീവിതയുടെ ഭർത്താവ് ഈ ഒരു പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.